നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ജുവനൈൽ അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2015. അപ്പോൾ നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻസിൻ്റെ ബേസിസിൽ ജുവനൈലിൻ്റെ മീനിങ് എന്താണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ child below the age of 21 years. Option B, a child below the age of 14 years. Option C, a child below the age of 18 years for girls and 21 years for boys. And D, a child below the age of 18 years. അപ്പോൾ ജുവനൈൽ അഥവാ ചൈൽഡ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടി. 18 വയസ്സിന് താഴെയുള്ള കുട്ടി. ജെൻഡർ ഒന്നും എടുത്ത് പറയുന്നില്ല, ഇങ്ങനെ മാത്രമേ വരുന്നുള്ളൂ. ചൈൽഡിൽ പിന്നീട് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ചൈൽഡ് ബിലോ ദ ഏജ് ഓഫ് 18 ഇയേഴ്സ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ 2025 കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. Who is having the power to issue adoption orders as per Juvenile Justice Care and Protection of Children Amendment Act 2021? അപ്പോൾ നമ്മുടെ 2021 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അഡോപ്ഷൻ ഓർഡേഴ്സ് ഉത്തരവ് പറയാനുള്ള അധികാരം ആർക്കാണ്? അപ്പോൾ അഡോപ്ഷൻ ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി ആരാണ്? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, പ്രൊബേഷണറി ഓഫീസർ, ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്, ഗ്രാമ ന്യായാലയ. അപ്പോൾ ഈ ന്യായാലയ അല്ല എന്ന് ഒറ്റയടിക്ക് നമുക്ക് അറിയായിരിക്കും. പിന്നെ ഹൈക്കോർട്ട് ജഡ്ജി ഈ പറയുന്ന അഡോപ്ഷൻ ഓർഡേഴ്സിനുള്ള ഉത്തരവ് പറയുവാണെങ്കിൽ ഒരു സംസ്ഥാനത്ത് ഒരു ഹൈക്കോർട്ടല്ലേ ഉള്ളൂ, കുറച്ച് ജഡ്ജിമാരല്ലേ ഉള്ളൂ, അവർക്ക് ഇത് തന്നെയായിരിക്കും ജോലി. അത്ര പ്രൊബേഷണറി ഓഫീസർ അല്ല. നമ്മൾ പ്രൊബേഷണറി ഓഫീസറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ അധികാരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജില്ലാ കളക്ടറാണ്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടറാണ് അഡോപ്ഷന് മുകളിലുള്ള സർവാധികാരി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അക്കോർഡിംഗ് ടു ദ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 2000, ഹൂ ആസ് എ ജുവനൈൽ? നമ്മൾ തൊട്ട് മുന്നേ ഒരു ക്വസ്റ്റ്യൻ, ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടായിരുന്നു. ഇത് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 2023 ചോദിച്ച ഒരു ചോദ്യമാണിത്. ഓപ്ഷൻ എ, എ പേഴ്സൺ ഹൂ ഹാസ് നോട്ട് കംപ്ലീറ്റഡ് 18 years of age. B, a person who has not completed 21 years of age. C, a person who has not completed 16 years of age. D, a person who has not completed 12 years of age. അപ്പോൾ ആരെയാണ് ജുവനൈലായിട്ട് കണക്കാക്കാൻ സാധിക്കുന്നത്? 18 വയസ്സ് പൂർത്തിയാക്കാത്ത ഒരു വ്യക്തിയെയാണ് ജുവനൈലായിട്ട് കണക്കാക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ 2023 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ജുവനൈൽ കോടതി കൈകാര്യം ചെയ്യുന്ന കേസുകൾ: വൃദ്ധജനങ്ങൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ, സ്ത്രീകൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ, ഭിന്നശേഷിക്കാർക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ, കൗമാരക്കാരുടെ കുറ്റകൃത്യങ്ങൾ. അപ്പോൾ ആരുടെ കുറ്റകൃത്യങ്ങളാ? ഇത് നമുക്ക് ലോജിക്ക് വെച്ച് തന്നെ. വൃദ്ധജനങ്ങളാണോ? സ്ത്രീകൾ മാത്രമാണോ? ഭിന്നശേഷിക്കാരാണോ? അല്ല, ഇവരാരുമല്ല. കൗമാരക്കാരുടെ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതിയാണ് ജുവനൈൽ കോടതി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ 2025 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അണ്ടർ ദ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2015, വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൈമർലി കാറ്റേഴ്സ് ടു ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ ഹു റിക്വയർ ലോങ് ടേം റീഹാബിലിറ്റേഷൻ? അപ്പോൾ ഒത്തിരി വർഷത്തെ പുനരധിവാസം വേണ്ട കുട്ടികളെ പാർപ്പിക്കുന്ന സ്ഥലം ഏതാണ്? നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ ബേസിസിൽ അതാണ് ചോദിച്ചിട്ടുള്ളത്. ഒബ്സർവേഷൻ ഹോം, സ്പെഷ്യൽ ഹോം, ചിൽഡ്രൻസ് ഹോം, ഷെൽട്ടർ ഹോം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സ്പെഷ്യൽ ഹോം ആണ്. ഓപ്ഷൻ ബി ആണ്. നമ്മൾ സ്പെഷ്യൽ ഹോമിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഓപ്ഷൻ ബി സ്പെഷ്യൽ ഹോം ആണ് ഉത്തരം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായി പഠിക്കുക. താങ്ക് യു.